യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഈ നിമിഷങ്ങളില് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു, സൗഖ്യം സ്വീകരിക്കുന്നതിന് തടസ്സമായി നിന്നിലുള്ള എല്ലാ ബന്ധനങ്ങളെയും നീക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ആരോടെങ്കിലും ക്ഷമിക്കാന് നമുക്കിനിയും ശേഷിക്കുന്നെങ്കിൽ വൈരാഗ്യബുദ്ധിയോടെ, പകയോടെ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ കൊണ്ടുവന്ന ഏതെങ്കിലും വ്യക്തികളോട് ഇപ്പോഴും നമ്മൾ മനസ്സിൽ നീരസമോ വൈരാഗ്യബുദ്ധിയോ വച്ചു പുലർത്തുന്നു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്കായി തരാൻ ആഗ്രഹിക്കുന്ന സൗഖ്യത്തിന്റെ രക്ഷാനുഭവം സ്വന്തമാക്കാൻ ഈ രാത്രിയിൽ നമുക്ക് കഴിയാതെ പോകും. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹ നമ്മളോട് ആവശ്യപ്പെടുന്നു, ക്ഷമിക്കാൻ, നിരുപാധികം ക്ഷമിക്കാൻ യേശു കർത്താവ് ആവശ്യപ്പെടുന്നു. സൗഖ്യത്തിന്റെ അരൂപി നമ്മിൽ നിറയണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വിദ്വേഷത്തിന്റെ, വൈരാഗ്യ ബുദ്ധിയുടെ എല്ലാ അരൂപിയെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷത്തിൽ നീ വിട്ടുപേക്ഷിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവം ഇനിയും നിനക്കുണ്ടെങ്കിൽ കർത്താവായ യേശുവിനെ വിളിക്കുക. കുരിശിലെ അവന്റെ തിരുമുറിവുകളെ ഓർക്കുക. ചങ്കു പിളർന്ന് അവിടുന്ന് ഒഴുക്കിയ തിരുരക്തത്തെ ഓർക്കുക. ആ തിരുവിലാവിലേക്ക് തിരുമുടി അടിച്ചിറക്കിയപ്പോൾ ഒഴുകിയിറങ്ങിയ തിരുരക്തച്ചാലുകളെ ഓർക്കുക. പടയാളിയുടെ കുന്തമിന കുത്തിപ്പിളർന്ന് അവിടുത്തെ തിരുമാറിലെ തിരുമുറിവിനെ ഓർക്കുക. യേശുവേ, ക്ഷമിക്കാനുള്ള കൃപ തരണമേ എന്ന് അപേക്ഷിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ക്ഷമയുടെ അരൂപി കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാണ് ആരോടെങ്കിലും ഞാൻ ഇനി ക്ഷമിക്കാനുണ്ടെങ്കിൽ ആ വ്യക്തികളോട് ഞാനിതാ നിരുപാധികം ക്ഷമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്കുള്ള തടസ്സം വിദ്വേഷം, വെറുപ്പ് ആണ് എന്ന് തിരുവചനം പറയുന്നു. രണ്ടാമതായി, കർത്താവ് തരുന്ന രക്ഷയ്ക്കുള്ള തടസ്സമായി നമ്മുടെ ഉള്ളിൽ ബന്ധനങ്ങളായി നിലനിൽക്കുന്ന നമ്മിലെ തഴക്ക ദോഷങ്ങൾ ഉണ്ടാവാം. അതൊരുപക്ഷെ മദ്യപാനത്തിന്റെ ആസക്തിയാകാം, പുകവലിയുടെ ആസക്തിയാകാം, ദ്രവ്യാസക്തിയാകാം, ജഡികമായ ആസക്തികളാകാം. പല തഴക്കദോഷങ്ങളും വർഷങ്ങളായി നമ്മെ വിട്ടുപിരിയാത്ത അനുഭവങ്ങള്, അവയുടെ അടിമയായി കഴിയുന്ന വ്യക്തികളാകാം ഒരുപക്ഷെ നാം. നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിന്റെ ആലയമായി പരിരക്ഷിക്കേണ്ട നമ്മള് ശരീരത്തെ എല്ലാത്തരം ആസക്തികൾക്കും അടിമയാക്കി നിലനിർത്തുന്നിടത്തോളം കാലം കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ ശരീരത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിൽ അവിടുത്തേക്ക് അത്ഭുതം പ്രവർത്തിക്കാനാവില്ല. നമ്മുടെ ആത്മാവിനെ അവിടുത്തേക്ക് വീണ്ടെടുക്കാനാവില്ല. അശുദ്ധന് ദൈവ സാന്നിധ്യം അറിയാനാവില്ല. ശരീരത്തെ അശുദ്ധമാക്കുന്ന തിന്മകള്, മദ്യപാനം, മധുരോത്സവം, പുകവലി, ലഹരി വസ്തുക്കള്, ജഡികമായ സന്തോഷങ്ങളോടുള്ള അമിതമായ അഭിനിവേശങ്ങളാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഉത്ഥാനം ചെയ്ത ഈശോ മിശിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യമുണ്ട്. നമ്മുടെ ഈ ശരീരം യേശു മിശിഹായുടെ ശരീരത്തോട് സാദൃശ്യപ്പെട്ട് ദൈവ സന്നിധിയിൽ നിൽക്കേണ്ട പരിശുദ്ധാത്മ ആലയമാണ് ഈ ശരീരം. ഈ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ദൈവത്തിന്റെ ആലയമെന്ന വിശുദ്ധിയോട് ഞാൻ പരിരക്ഷിക്കേണ്ടതല്ലേ? നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും കർത്താവിന് സമർപ്പിക്കാം. ഒരുപക്ഷെ നാളിതുവരെയായിട്ട്
പരിശ്രമത്തിലൂടെ പരാജയപ്പെടുത്താൻ അതിജീവിക്കാൻ കഴിയാത്ത ബന്ധനങ്ങളും തഴക്കദോഷങ്ങളും നിന്റെ ജീവിതത്തിൽ ശേഷിക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ട സഹോദര, യേശു നാമത്തിൽ നീ അപേക്ഷിക്കുക. അവന് സുഖപ്പെടുത്താനാവാത്ത ഒരു തഴക്കദോഷവും എന്നിലില്ല എന്ന് വിശ്വാസത്തോടെ നീ ഏറ്റു പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യത്തിന് ഏറ്റവും സഹായകമായ മൂന്നാമത്തെ അവസ്ഥ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക എന്നുള്ളതാ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയുടെ ദാഹം വരണ്ടുണങ്ങിയ ഭൂമി ജലത്തിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ ദാഹിക്കുക. ഈശോ തിരുവചനത്തിലൂടെ അരുളി ചെയ്തു. കൂടാര തിരുനാളിന്റെ അവസാന നാളിൽ അവൻ ദേവാലയത്തിൽ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം ഉച്ചത്തിൽ പ്രഘോഷിച്ചു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാരൂപിയെ കുറിച്ചാണ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പടയാളികൾ ഒരുവൻ ഈശോ മിശിഹായുടെ തിരുവിലാവിൽ കുന്തം കൊണ്ടു കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അത് കണ്ട യോഹന്നാൻ സാക്ഷ്യം വഹിച്ചു. തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു, ഈശോ മിശിഹായുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തം പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ് എങ്കിൽ ഈശോ മിശിഹായുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുജലം പരിശുദ്ധാരൂപിയുടെ പ്രതീകമാണ്. പ്രിയ സഹോദരങ്ങളെ, അരൂപിയെ കൂദാശകളിലൂടെ സ്വീകരിച്ച് നമുക്ക് ആ പരിശുദ്ധാരൂപിയുടെ നിറവ് നമ്മിൽ അറിയാൻ, അനുഭവിക്കാൻ ആഗ്രഹിക്കാം. എല്ലാ വിദ്വേഷ ചിന്തകളും വിട്ടകലാന്, എല്ലാ ആസക്തികളുടെ ബന്ധനങ്ങളും തഴക്കദോഷങ്ങളും നമ്മളിൽ നിന്ന് നീങ്ങാൻ, പരിശുദ്ധാരൂപിയുടെ നിറവ് ലഭിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാ കരങ്ങളും ഉയരട്ടെ. കർത്താവ് തരുന്ന രക്ഷ അനുഭവിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ മേഖലകളെയും യേശു മിശിഹായ്ക്ക് സമർപ്പിക്കുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ കർത്താവേ, എല്ലാ ബന്ധനങ്ങളെ, തഴക്കദോഷങ്ങളെ, അശുദ്ധിയെ, വൈരാഗ്യ ബുദ്ധിയെ, വിദ്വേഷ ചിന്തയെ എന്നിൽ നിന്ന് നീക്കി പരിശുദ്ധാത്മ ശക്തി തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്വരമുയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ കൂദാശയിൽ നിന്ന് പരിശുദ്ധാരൂപിയെ വർഷിക്കട്ടെ. എല്ലാ മക്കളിലേക്ക് ദൈവത്തിന്റെ അരൂപി പറന്നിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. ആവർത്തിച്ച് പാടാം നമുക്ക്. അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം